പക്ഷേ ഒരു ആസ് എ ഹോൾ എല്ലാ ഡിവോഷണൽ ജോണർ എടുത്ത് നോക്കി കഴിയുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമായെന്ന് വെച്ചാൽ അത് തീർച്ചയായിട്ടും ദാസേട്ടൻ തന്നെയാണ്. അപ്പോൾ ദാസേട്ടൻ്റെ പാട്ടുകളിൽ ഞാൻ ലൈവായിട്ടൊരു പ്രാവശ്യം, അതായത് ഞാൻ ഈ നിർമ്മല കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവിടെ ഒരു ചാനലിൻ്റെ ഉദ്ഘാടനത്തിന് ദാസേട്ടൻ വന്നു. അപ്പോൾ അതൊരു അനുഭവമാണ്. അതായത് അന്ന് ദാസേട്ടന് മുമ്പിൽ അവിടുത്തെ പ്രെയർ സോങ് പാടാനായിട്ട് എനിക്കൊരു അവസരം കിട്ടി. അപ്പോൾ ഞാനന്ന് പാടിയ പാട്ട് പോലും ഇപ്പോൾ ഓർക്കുന്നില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ ആലോചിക്കുന്നത് എന്ന് ഏത് പാട്ടാണ് പാടിയത്. അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ എൻ്റെ വീട്ടിലിട്ടുണ്ട്. അപ്പോൾ ആ പാട്ട് പാടുന്ന സമയത്ത് ഞാൻ ആദ്യം പാടി തുടങ്ങിയ സമയത്ത് ഇൻസ്ട്രുമെന്റ്സിന്റെ ലെവൽ കൂടുതലായിരുന്നു, ലൈവ് ഓർക്കസ്ട്ര ആയിരുന്നു. അപ്പൊ എല്ലാവരും ദാസേട്ടനടക്കം എഴുന്നേറ്റ് നിൽക്കുക. അപ്പോൾ ഞാൻ ഫ്രണ്ടിൽ നിന്ന് പാടുന്നു, ദാസേട്ടൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഞാൻ പാടുന്നു. അപ്പോൾ ഞാൻ അതുകൊണ്ട് വീഡിയോ കണ്ടപ്പോഴാണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത്. പെട്ടെന്ന് ഒരു ആദ്യത്തെ ഒരു പല്ലവി പാടി തീരുമ്പോഴത്തേക്കും സൗണ്ട് എല്ലാം റെഡിയായി, വളരെ സൂത്തിങ് ആയി, കേൾക്കാനും പാടാനും നല്ല സുഖം. അപ്പം നമുക്കിതറിയില്ല, നമ്മൾ നേരെ നോക്കി നിന്ന് പാടി. എന്നിട്ട് ഞാൻ വീഡിയോ കണ്ടപ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്. അതായത് ദാസേട്ടൻ പുറകോട്ട് തിരിഞ്ഞിട്ട് ഇത് കുറയ്ക്കുക അത് കുറയ്ക്കുക ഇത് കുറയ്ക്കുക എന്ന് പറഞ്ഞ് അതെല്ലാം കറക്റ്റ് ബാലൻസ് ചെയ്യിപ്പിച്ചു ആ സമയം കൊണ്ട് ദാസേട്ടൻ തന്നെ. അപ്പൊ ദാസേട്ടൻ ഇപ്പൊ എന്റെ പാട്ട് ബാലൻസ് ചെയ്യിപ്പിക്കേണ്ട വല്ല ആവശ്യമാണ്. പക്ഷെ അത് അദ്ദേഹം അത്രയും ഒരു ട്രൂ മ്യൂസീഷ്യൻ ആയതുകൊണ്ട് അദ്ദേഹം ചെയ്തത്.